വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കൊട്ടേഷൻ സംഘത്തിലെ 2 പേരാണ് പിടിയിലായത്. പ്രധാന പ്രതിയായ സജീഷ് ഉൾപ്പെടെയുള്ള 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. അഞ്ജലി ശ്രീജിതാരാജ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അഞ്ജലി, ഈ കൊട്ടേഷനെ കുറിച്ചും എന്താണ് അവിടെ നടന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ അഞ്ജലി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? അതെ സുജയ, അതായത് വൈപ്പിൽ ഓട്ടോ ഡ്രൈവറായ ജയക്കായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ മർദ്ദനം ഉണ്ടായിരുന്നത്. അതായത് കുടുംബത്തിലുള്ളവർ തന്നെ കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നു ഇത്. ഇതിലിപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുക. അതായത് അവരെ പിടിച്ചിരിക്കുകയാണ്. ഗോവ മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്നാണ് ഇവരെ പിടിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ തന്നെ പ്രധാന പ്രതിയായിട്ടുള്ള സജീഷ് ഉൾപ്പെടെയുള്ള 2 പേർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, അതായത് ഈ ജയയുടെ മർദ്ദനമേറ്റ ജയയുടെ അച്ഛന്റെ സഹോദരിയുടെ മകളായ പ്രിയങ്കയുടെ ഭർത്താവും ചേർന്നാണ് ഈ ജയക്കെതിരെ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയത്. അതായത് ആലുവയിലുള്ള 3 അംഗ സംഘമായിരുന്നു രാത്രി ഈ ജയയുടെ ഓട്ടോ വിളിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ബീച്ചിനരികിൽ നിന്നും മർദ്ദിച്ചത്. ക്രൂരമായ മർദ്ദനത്തിൽ ഇവർക്ക് കിട്ടിയ നിർദ്ദേശം എന്തെന്നാൽ അതായത് ചോര വരാത്ത രീതിയിൽ ജയയെ മർദ്ദിച്ച് തളർത്തിയിടുക എന്നതായിരുന്നു ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ബന്ധുക്കൾ നൽകിയ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് അവർ ചുറ്റിക ഉപയോഗിച്ചായിരുന്നു ജയയെ മർദ്ദിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇതിൽ 2 പേരെ ഗോവ മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്നും പോലീസ് അതായത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇവരെ ഉടൻ തന്നെ തിരിച്ച് ഇവിടെ എറണാകുളത്ത് എത്തിക്കുകയും SP ഓഫീസിൽ നിന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം ഇവരെ വിവിധ സ്ഥലങ്ങളിലായി തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പോലീസ് നൽകുന്നത്. ഓക്കെ, അഞ്ജലി ശ്രീജിതാരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു, അതും കൂട്ടത്തിലുള്ളവർ തന്നെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം.